അപ്പം നമ്മളൊരു ഡോക്ടറായിട്ടല്ല, നമ്മളൊരു എക്സ്പീരിയൻസിൽ, പിന്നെ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ചിലപ്പോൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 4 പ്രസവം മരുന്നുകളില്ലാതെ നമ്മൾ ചെയ്തത് കൊണ്ടോ, ഇവനെ ഞാൻ വീട്ടിൽ പ്രസവിച്ചു, അതല്ലാതെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഞാൻ പലതും പഠിക്കണമായിരുന്നു. കാര്യം ഞാൻ എൻ്റെ മോനെ വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാനിതൊരു പരാജയം ആകരുതെന്നൊരാഗ്രഹം എനിക്ക് വരുമല്ലോ. അതെ, കാര്യം അത് അന്ന് മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ. ആ മമ്മൂക്കയുടെ കൃഷി, ശ്രീനിയേട്ടനുമായിട്ടൊക്കെയുള്ള കൃഷി, പിന്നെ പല പല കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുക. അപ്പം എനിക്കൊരു പ്രസവത്തിലെ പാകപ്പുഴയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു വാർത്തയായി മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ മൊമെന്റ് രമ്യ, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ 7 months തൊട്ട് ഓൾമോസ്റ്റ് റോ ഫുഡിലാണ് പോയത്. ഇവനെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് പഴങ്ങളും പച്ചക്കറികളും മാത്രമേ, ചോറൊക്കെ എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ആ വെല്ലുവിളി ഓർത്തു വേടാ, എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ എന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് ശരിയാക്കുമല്ലോ. അപ്പൊ ഞാൻ അത്രയും അലർട്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗർഭിണി എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് പാമ്പർ ചെയ്തെല്ലാം കൊടുത്തും എടുത്തൊക്കെ വേണം. അവരെ നമ്മൾ സ്നേഹിക്കണം, പരിചരിക്കണം, അവർക്കെല്ലാം കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ ഒരു തോട്ട് നമുക്ക് വേണം. എടാ, നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വേണം.